This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം ഒരു മഹത്തായ അത്ഭുതത്തിനു പിന്നാലെയാണ്. 7 അപ്പവും ചില ചെറിയ മീനും കൊണ്ട് കർത്താവായ യേശു 4000 പേരെ ഭക്ഷിപ്പിച്ചു. ജനങ്ങൾ തൃപ്തരായി. ശിഷ്യന്മാർ സമൃദ്ധി കയ്യിൽ പിടിച്ചുനിന്നു. എന്നിട്ടും ആ അത്ഭുതത്തെ തുടർന്ന് ഉടൻ തന്നെ അവർ വള്ളത്തിൽ കയറി അക്കരെ കടക്കുമ്പോൾ ഒരു വാക്ക് വായുവിൽ നിറയുന്നു: ഞങ്ങളുടെ പക്കൽ അപ്പമില്ല. അല്പം മുമ്പ് അവിസ്മരണീയമായി അപ്പം വർദ്ധിപ്പിച്ച യേശു തന്നെയാണ് വള്ളത്തിനുള്ളിലിരിക്കുന്നത്. എന്നാൽ അവർ വിഷമിക്കുന്നത് മറന്നുപോയ ഒരപ്പിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതകഥയും അധികം വ്യത്യസ്തമല്ല. നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളിൽ കണ്ണുപറ്റുമ്പോൾ വളരെ വലിയ സത്യത്തെ എത്ര എളുപ്പം നാം നഷ്ടപ്പെടുത്തുന്നു. ശിഷ്യന്മാർ അപ്പം മറന്നു. പക്ഷേ അതിനേക്കാൾ ആഴത്തിൽ അവർ മറന്നത് ആർക്കൊപ്പമാണ് തങ്ങൾ വള്ളത്തിലിരിക്കുന്നത് എന്ന സത്യമാണ്. നാം കുഴങ്ങുന്നത് പണം, മാനപങ്ക്, കുടുംബത്തിലെ തെറ്റിദ്ധാരണ, നാളേക്കുള്ള ഉറപ്പ്, ഇവയെല്ലാം കുറിച്ചാണ്. പാറമേൽ സ്ഥാപിക്കാത്ത ഹൃദയം സഹജമായി കുലുങ്ങും. ക്രിസ്തുവിൽ അടിത്തറയുള്ള ആത്മാവറിയുന്നു, എനിക്ക് യേശു കൂടെയുണ്ടെങ്കിൽ, അവന്റേതായ ഇച്ഛയിൽ ഞാൻ നടക്കുകയാണെങ്കിൽ കുറവുകൾക്ക് പോലും എന്റെ സമാധാനം കവർന്നെടുക്കാൻ കഴിയില്ല. അടിത്തറ അപ്പമല്ല, അടിത്തറ സാന്നിധ്യമാണ്. ഈ ആശങ്കയുടെ നടുവിൽ യേശു പറയുന്ന ഒരു മുന്നറിയിപ്പ്: ഫരിശേയന്മാരുടെ പുളിച്ച മാവിനെയും ഹേരോദിന്റെ പുളിച്ച മാവിനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. പുളിച്ച മാവ് ചെറുതെങ്കിലും മുഴുവൻ മാവിനെയും ഉയർത്തുന്നു. വളർച്ചയുടെ അടയാളമാകാം, അഴുക്കിന്റെയും അകത്തെ ദോഷത്തിന്റെയും അടയാളവുമാകാം. ഫരിശേയന്മാർ അകത്ത് കരുണയില്ലാത്ത മാസ്ക് ധരിച്ച മതജീവിതം. ഹേരോദ് അധികാരത്തിന്റെ കളികൾ, രാഷ്ട്രീയ കണക്കുകൂട്ടൽ, വിലവെട്ട് എന്നൊരു സന്ധി മനോഭാവം. യേശു മുന്നറിയിപ്പ് നൽകുന്നത് നിസ്സാരമായി കയറിവരുന്ന ആ ഭാവങ്ങൾക്കെതിരെ. ഭയം, അഹങ്കാരം, ഭിന്നിപ്പിക്കുന്ന ചിന്താഗതികൾ. ഇന്ന് നമുക്ക് ചുറ്റും പുളിച്ച മാവ് ഭേദം ചെയ്യുന്നുണ്ട്. ഒഴിവില്ലാത്ത മോശം വാർത്തകൾ, സങ്കല്പങ്ങൾ തമ്മിലുള്ള കലക്കം, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എന്ന ഒഴുക്കിനൊപ്പം പോകാനുള്ള സമ്മർദ്ദം, പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം, സ്നേഹമില്ലാത്ത മതാചാരണം. ഇവയെ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ അവ നമ്മുടെ ചിന്തകളെ പുഞ്ചിരിപ്പിക്കുന്നത് പോലെ തോന്നിയാലും വിശ്വാസത്തെ അല്പാൽപമായി ചെറുതാക്കും. അശാന്തി ഉയരും, വിശ്വാസം ചെറുതാകും. യേശു ശാസനയില്ലാതെ തുടങ്ങുന്നില്ല. അവൻ ചോദ്യം ചോദിക്കുന്നു: നിങ്ങൾക്കിപ്പോഴും ഗ്രഹണമില്ലയോ? ഹൃദയങ്ങൾ കട്ടിയാണോ? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ലയോ? ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ലയോ? ഓർമ്മയില്ലയോ? വിശ്വാസത്തിന് ഓർമ്മ അത്യാവശ്യമാണ്. ഇസ്രായേലിന്റെ വലിയ പാപങ്ങളിലൊന്ന് മറവിയാണ്. ചെങ്കടൽ, മന്ന, നിയമവും നിയമപ്പെടുത്തലും എല്ലാം മറക്കുക. ഞങ്ങളും അതുപോലെ തന്നെ. അവൻ കടന്നുപോയ പടികൾ, അലയും രാത്രികളും, അവൻ സുഖപ്പെടുത്തിയ മുറിവുകൾ, അവൻ ക്ഷമിച്ച പാപങ്ങൾ, മറന്നുപോകുന്ന കടങ്ങൾ എത്ര വേഗം നാം മറക്കുന്നു. അവൻ ഇത്ര ദൂരം നമ്മുടെ ഹൃദയം പൂർണ്ണമായ സഹകരണത്തോടുകൂടെ തന്നെ എത്തിച്ചു കഴിഞ്ഞുവെങ്കിൽ നാം പൂർണ്ണമായി കൈവിടുന്ന ദിവസം അവൻ എത്രയുണ്ടാക്കും? കൃതജ്ഞത വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നു. ഓർമ്മ ധൈര്യത്തെ തിരികെ വിളിക്കുന്നു. സ്മരണം ഭയത്തെ സുഖപ്പെടുത്തുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരവും മറവിയുടെ വേദനയെ കഥയായി പറയുന്നു. ശകുന്തളയും ദുഷ്യന്തനും. അവർ സ്നേഹിച്ച് വിവാഹിതരാകുന്നു. ദുഷ്യന്തൻ പോകുമ്പോൾ ഓർമ്മയ്ക്കായി ഒരു മോതിരം ശകുന്തളയുടെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നു. ഒരു ദിവസം ഭർത്താവിനെ ചിന്തിച്ച് തന്നിലൊഴിഞ്ഞു നിൽക്കുന്ന ശകുന്തള ആശ്രമത്തിൽ വന്ന ദുർവാസമുനിയെ ശരിയായി സ്വീകരിക്കാതെ പോകുന്നു. അപമാനിതനായ മുനി ശപിക്കുന്നു: നീ ചിന്തിക്കുന്നവൻ നിന്നെ പൂർണ്ണമായും മറന്നുപോകട്ടെ. സഹോദരികൾ അപേക്ഷിക്കുന്നു. ശാപം അല്പം ലഘൂകരിക്കുന്നു. രാജാവിനൊരിക്കൽ മോതിരം വീണ്ടും കാണുമ്പോൾ അവന് ഓർമ്മ മടങ്ങിവരിക. മഹലിലേക്കുള്ള യാത്രയിൽ ആ മോതിരം നദിയിലേക്ക് വീണു ഒരു മീൻ വിഴുങ്ങുന്നു. ഗർഭിണിയായ ശകുന്തള സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴും അവന് അവളെ തിരിച്ചറിയാനാവുന്നില്ല. സ്നേഹമുണ്ടെങ്കിലും ഓർമ്മ തടഞ്ഞിരിക്കുകയാണ്. അവസാനം മീൻ പിടിക്കപ്പെട്ട് മോതിരം കണ്ടെത്തുമ്പോൾ അതൊന്ന് കണ്ട നിമിഷം തന്നെ ദുഷ്യന്തന്റെ ഓർമ്മ തിരികെയെത്തുന്നു. അവൻ അനുതാപത്തിൽ തകരുന്നു. ആ കഥയിൽ മറവിയാൽ തകരുന്നത് ഒരു മനുഷ്യബന്ധം, ഒരു ചെറിയ വസ്തു, ഒരു മോതിരം ഓർമ്മ തിരികെ കൊണ്ടുവരുന്നു. സുവിശേഷത്തിൽ മറവിയാൽ ദുർബലമാകുന്നത് ശിഷ്യന്മാരുടെ യേശുവുമായുള്ള ബന്ധമാണ്. അവൻ ചോദിക്കുന്നു: 5 അപ്പം കൊണ്ട് എത്ര കുടംചില്ലുകൾ? 7 അപ്പം കൊണ്ട് എത്ര വലിയ കൂപ്പകൾ? പ്രശ്നം ഞങ്ങൾ ഏറെ ഓർക്കുന്നു എന്നല്ല, ഞങ്ങൾ കൂടുതലായി മുറിവുകളും ഭയങ്ങളും മാത്രം ഓർക്കുന്നു. അവൻ ചെയ്ത അത്ഭുതങ്ങൾ മറന്നുപോകുന്നു. നാം പലപ്പോഴും ശിഷ്യന്മാരെ പോലെ ഭൂമിയിലെ ചിന്തകളിൽ തലയിടുന്നു. ദൈവം ഇപ്പോൾ ചെയ്യുന്നത് കാണാതെ പോകുന്നു. അവർ വിചാരിച്ചത് അപ്പം മതി വരുമോ എന്ന്. ഇതുവരെ തന്നെ അവൻ 5 അപ്പത്തോടെ 5000-ത്തെയും 7 അപ്പത്തോടെ 4000-ത്തെയും ഭക്ഷിപ്പിച്ചിട്ടുണ്ട് എന്ന് മറന്ന് ഞങ്ങളും ഇറങ്ങലെന്നത് പണം, ആരോഗ്യം, ഭാവി, ഉദ്യോഗം
എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ കുറിച്ച് തന്നെ. അതേ ദൈവം ഇതുവരെ നിന്നെ നയിച്ചല്ലോ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ എന്ന സത്യത്തെ കണ്ടില്ലെന്നുപോലെ യേശുവിന്റെ ചോദ്യം വളരെ വ്യക്തിപരമാകുന്നു. ഇനിയും നിങ്ങൾക്ക് ഗ്രഹണമില്ലയോ? ഇനിയും ഓർമ്മയില്ലയോ? ഓരോരുത്തർക്കും ചോദിക്കാവുന്ന ലളിതമായൊരു ചോദ്യം. ഇന്നുവരെ ദൈവം നിന്നെ വഞ്ചിച്ചിട്ടുണ്ടോ? സത്യസന്ധമായി ചിന്തിച്ചാൽ പലരും പറയും, ഇല്ല കർത്താവേ. അപ്പോൾ ഇനി മുതൽ അവൻ തുടങ്ങും എന്നെന്തുകൊണ്ടാണ് ഭയക്കുന്നത്? പ്രശ്നം ദൈവത്തിന്റെ വിശ്വസ്തതയല്ല, പ്രശ്നം നമ്മുടെ ഓർമ്മയാണ്. സാങ്കേതികമായി നമുക്ക് ഡീറ്റോക്സ് വേണ്ടതല്ല, ആത്മീയമായ ഒരു ഡീറ്റോക്സ് ആവശ്യം. നാം കരുതുന്നത് എനിക്ക് വേണമുള്ളത് വിജയം, അംഗീകാരം, സുരക്ഷ, നിയന്ത്രണം. പക്ഷെ പ്രാർത്ഥനയിൽ ആഗ്രഹം ശുദ്ധമാക്കപ്പെടുന്നു, വിചാരം ക്രമം പിടിക്കുന്നു, അതികൈവിടൽ താഴ്ത്തപ്പെടുന്നു, വിശ്വാസം ശക്തിപ്പെടുന്നു. സന്ത് അഗസ്റ്റിൻ പറയും, പ്രാർത്ഥന ഹൃദയത്തെ നീട്ടുന്നു, ദൈവസ്നേഹത്തിന്റെ വലിയ ദാനങ്ങൾ സ്വീകരിക്കാൻ അത് ഒരുക്കപ്പെടുന്നു. കൃതജ്ഞതയുള്ള ഹൃദയം കടൽ കുലുങ്ങുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ സഹായിക്കുന്നു. എത്ര തിരമാലയുണ്ടായാലും നന്ദി എന്ന ചെറിയ വാക്ക് വിശ്വാസിയെ മുകളിലേക്ക് തള്ളിവെക്കും. കൃതജ്ഞതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദമായി ഞങ്ങൾ പറയുന്നത്, കർത്താവേ, നീ ചെയ്തതിനെ ഞാൻ ഓർക്കുന്നു, ഇനിയും നീ വിടുകയില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് യേശു ഞങ്ങളുടെ നജർ മാറ്റാൻ വിളിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക്, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, കുറവിന്റെ ഭാഷയിൽ നിന്ന് കൃതജ്ഞതയുടെ ഭാഷയിലേക്ക്. അവൻ പറയുന്നത് പ്രശ്നമൊന്നുമില്ല എന്നല്ല, പ്രശ്നങ്ങളൊക്കെ ചോദിച്ചാലും ഞാൻ പടകിനുള്ളിലുണ്ട് എന്ന് കാണാനാണ് അവൻ പഠിപ്പിക്കുന്നത്. ആശങ്ക ഉയരുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ഒരു പഴയ കൃപ ഓർത്തെടുക്കൂ, ഒരിക്കൽ ലഭിച്ച ദൈവനിർദ്ദേശം വീണ്ടും കണ്ണിൽ നിറയ്ക്കൂ. കുറഞ്ഞത് ഒന്ന് അനുഗ്രഹം പേരു പറഞ്ഞ് നന്ദി പറയൂ. അനിശ്ചിതത്വത്തിനുള്ള പിടിമുറിയുമ്പോൾ നമുക്ക് ഓർമ്മ വരും, യേശുവാണ് ആൽഫയും ഒമേഗയും, ഓരോ കഥയുടെയും ആരംഭവും അവസാനവും. നാം ഒരൊറ്റ മറന്നുപോയ അപ്പിലേക്ക് കണ്ണു കുത്തിപ്പിടിക്കുമ്പോൾ സമൃദ്ധിയുടെ കർത്താവായ യേശു നമ്മോടൊപ്പമുണ്ട് എന്ന സത്യം മറന്നുപോകുന്നു. അവസാനം യേശു നമ്മോട് പറഞ്ഞത് അതുമാത്രമല്ല, എന്നിൽ വിശ്വസിക്കൂ എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും അപ്പമാകൂ എന്നുമാണ്. അവനിൽ അടിയുറച്ചാൽ നമ്മുടെ കേൾവി മറ്റുള്ളവർക്ക് സുഖമായി തീരുന്നു, നമ്മുടെ വാക്കുകൾ ധൈര്യമായി തീരുന്നു, നമ്മുടെ സാന്നിധ്യം ശാന്തിയായി തീരുന്നു. ഭയം, കോപം, വിഭജനം എന്നിങ്ങനെ പുളിച്ച മാവിൽ പുളയുന്ന ഈ ലോകത്തിൽ ക്രിസ്ത്യാനികൾ രാജ്യത്തിന്റെ പുളിച്ച മാവ് കൊണ്ട് നടക്കേണ്ടവരാണ്. ശാന്തമായ ആത്മവിശ്വാസം, കരുണ, ദൈവത്തിന്റെ നന്മയെ ഓർത്തുവെക്കുന്ന ജീവൻ. ഇപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ആത്മീയ മറവിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നിന്റെ പഴയ അനുഗ്രഹങ്ങളെയും എന്റെ ജീവിതത്തിൽ നീ ചെയ്ത അത്ഭുതങ്ങളെയും ഞാൻ മറന്നു പോകരുതേ. ഭയത്തിന്റെ, കാപട്യത്തിന്റെ, ലൗകിക ചിന്തയുടെ പുളിച്ച മാവിൽ നിന്ന് എന്നെ വിടുവിൽ തരണമേ. പ്രാർത്ഥനയിലൂടെ എന്റെ ആഗ്രഹങ്ങളെ ശുദ്ധമാക്കണമേ. ഓർക്കുന്ന കൃതജ്ഞ ഹൃദയം, നിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന തെളിഞ്ഞ കണ്ണ്, ഞാൻ എന്നും നിന്നോടൊപ്പം തന്നെയാണ് എന്നറിയുന്ന ദൃഢമായ വിശ്വാസം, ഇവയെല്ലാം നൽകണമേ. അപ്പമില്ല എന്നു പറഞ്ഞ് ഞാൻ ഭ്രമിക്കുമ്പോഴെല്ലാം മിച്ചമായിരുന്നു കൂപ്പകൾ എന്ന ഓർമ്മ നീ എന്നിൽ ഉണർത്തണമേ. രാജാവിന്റെ മുൻപിൽ തന്നെ മറന്നുപോയ ശകുന്തളയെപ്പോലെ ഞാൻ എന്നെ മറക്കുമ്പോൾ നിന്റെ വചനവും നിന്റെ സാന്നിധ്യ രഹസ്യമായ കുർബാനയും എന്റെ കൈയിലെ മോതിരമായി മാറട്ടെ. നിന്റെ സ്നേഹം എന്താണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അടയാളമായി എന്റെ ജീവിതം മറ്റുള്ളവർക്ക് അപ്പമാവട്ടെ. നിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അടയാളം, നിന്റെ വിശ്വസ്തതയുടെ ഒരു സാക്ഷ്യം. Amen. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.